ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മഞ്ഞ കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ഒരു ഫിഷ് കറി ആയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ വറ്റ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് മീനും ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനൊരു പാത്രം അടുപ്പിൽ വെച്ച് ഞാനിവിടെ ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പിന്നെ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി, ഒരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്നാൽ മതി, ഒത്തിരി അങ്ങ് മൂത്ത് പോവണ്ട. ഇപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ 1 ടേബിൾ സ്പൂണ് നല്ല മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. കണ്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പൊടികളെല്ലാം വഴറ്റുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴും ചെറു തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ തിരുമ്മിയതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മസാല എല്ലാ തേങ്ങയിലൊന്ന് പിടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയല്ല ചെയ്യുന്നത്. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മസാല എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ആറാൻ വേണ്ടി വയ്ക്കാം. ആറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. ഇപ്പം അതുപോലെ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കാണാൻ തന്നെ നല്ല കളറല്ലേ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ, എന്നാലല്ലേ നമ്മുടെ നാടൻ മീൻകറിയുടെ ടേസ്റ്റ് വരുള്ളൂ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഉലുവ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ആ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ചേർക്കുന്നത് 3 പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില. പച്ചമുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ഈ പച്ചമുളകിന് നല്ല എരിവുള്ള കാരണമാണ് ഞാനിവിടെ 3 എണ്ണം ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അരിഞ്ഞതാണ്. ഇത് നമ്മൾ ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ആ എണ്ണയെല്ലാം ഒന്ന് പുരട്ടിയെടുത്താൽ മതി. അല്ലാതെ ഒത്തിരി ഉടച്ച് നമ്മളിത് എടുക്കണ്ട. ഒരു 2 മിനിറ്റ് പോലെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മീൻകറിക്ക് പുളി വേണമല്ലോ, അതിനുവേണ്ടി ഇതുപോലെ കുടംപുളിയാണ്. ഞാനിവിടെ ഒരു 4 കഷ്ണം കുടംപുളി ഒരു 10 മിനിറ്റ് മുന്നേ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതാണിപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ അരപ്പാണ്. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്ര മീനാണോ ഉപയോഗിക്കുന്നത് അതിനുള്ള വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മീൻകറി കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പം കടയിൽ നിന്ന് ഇതുപോലത്തെ കറി പറയുവാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും പീസുകൾ കിട്ടാറില്ല, ഒന്നും തന്നെ ആ ചാറിൽ കാണാറില്ല അല്ലേ. അവർ ഇങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത്. അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഉപ്പൊക്കെ പരുവാണോ എന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ആ പുളിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന്
ചെറുതായിട്ടൊന്ന് ഇറങ്ങണം. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. മീൻ വേവാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. മീൻ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഈ കറിക്ക് നമുക്ക് ഏത് മീനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ദശയുള്ള മീൻ മുതൽ നമ്മുടെ മത്തി വരെ ഇതുപോലെ കറി വെക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ലതായിട്ട് തിളച്ച് വന്നു. നമ്മുടെ ചാറും ഒക്കെ ഏകദേശം ഒന്ന് പറ്റി വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തായിരുന്നു. അതിനുശേഷം ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അടിയിൽ പിടിക്കില്ല, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ തവിയിട്ട് ഇളക്കുകയും ചെയ്യല്. തവിയിട്ട് ഇളക്കുമ്പോൾ നമ്മുടെ മീനിനെല്ലാം പൊടിഞ്ഞു പോകും. പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കറിവേപ്പില ഇടുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.